ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹരിഹരൻ സാർ നമ്മളോട് സംസാരിക്കുന്ന റീഡിങ്ങിനെ കുറിച്ചാണ്. ഈ അടുത്ത കാലത്ത് റീഡിങ്ങിനുണ്ടായിട്ടുള്ള മറ്റൊരു തലത്തെക്കുറിച്ചും കൂടിയാണ് അത് ചേർന്ന് സംസാരിക്കുന്നത് വിചാരിക്കാം. റീഡിങ് എ വാനിഷിംഗ് ഹാബിറ്റ്. ഇപ്പോൾ നിലവില്ലാത്ത എന്നാൽ അതൊരു ഹാബിറ്റ് ആണ് താൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹരിഹരൻ സാർ ഇന്ന് കേൾക്കാം. ഹരിഹരൻ സാർ തിരുവനന്തപുരം സ്വദേശിയാണ്. ബാങ്കിൽ നിന്ന് റിട്ടയറിന് ശേഷം ഇതുപോലുള്ള പല ആക്ടിവിറ്റീസിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹരിഹരൻ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ, യു ആർ വെൽക്കം. താങ്ക് യു വെരി മച്ച്. ഇത് എന്റെ 18ാമത്തെയോ 19ാമത്തെ ആണെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ ദി courtesy extended by Dr. Sabu. Of course, this has proved to be a good hobby for me now to prepare speeches for a month. അങ്ങനെ കുറെ എന്റെ ബ്രെയിനിന് അതർവൈസ് റെസ്റ്റ് ആവാൻ ബ്രെയിനിന് ഒരു വർക്ക് കൊടുക്കുന്നതാണ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വാട്ട്സ് എ വെരി സിമ്പിൾ സബ്ജക്ട്, റീഡിങ്. നമ്മൾ പണ്ടത്തെ കൊച്ചുകുഞ്ഞ് കേട്ടിട്ടാണ് വായിക്കട, ബുക്കെടുത്ത് വായിക്കടാ, ബുക്കെടുത്ത് വായിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. റീഡിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആസ് ഐ ഹാവ് mentioned earlier, I took a hint from not less than Swami Vivekananda, quoting scriptures and drawing the conclusion. Similarly, I am here only trying to quote scriptures, views of eminent people of the various who were living centuries ago and across the board, across the world. Then I am only highlighting that. Then after that, I'll end my speech with a couple of my own personal effects, which how the reading has helped me at least to build my own vocabulary as well as the power of communications, and which has made me what I am today. Okay, so with these things I am starting. Reading a vanishing habit, because why it's called vanishing habit is, now nobody's not interested in, not that they don't read, they definitely read, not like what we used to do. We used to do the print version of the subject, whereas now people go to Kidiyo, like on the Kiddy book, like വായിക്കുക, പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ പോവുക, ഇൻഫർമേഷൻ കിട്ടുക. ബട്ട് റീഡിങ് ഇൻഫർമേഷൻ മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് യുവർ ഓൺ സെൽഫ്. നിങ്ങളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യുന്നത് വായിച്ചിട്ട് അത് മനസ്സിലാക്കി അസിമുലേറ്റ് ചെയ്യുക, എന്നിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇഫ് യു ഗോ ടു ഗൂഗിൾ യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ. ഇമ്മീഡിയറ്റ് ഇൻഫർമേഷൻ കിട്ടില്ലെന്ന് പറയുന്നില്ല. യുവർ ഇമ്മീഡിയറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. യു ഗെറ്റ് സൊല്യൂഷൻ. ബട്ട് വെൻ യു റീഡ്, അണ്ടർസ്റ്റാൻഡ്, അസിമുലേറ്റ് ആൻഡ് ദെൻ ട്രൈ ടു റീപ്രൊഡ്യൂസ് ഇറ്റ്, ഇറ്റ് ഹാസ് ഗോട്ട് എൻറ്റയർലി ഡിഫറെന്റ്. ഈ കാലത്ത് മോർണിംഗ് വാക്ക് പോകുന്ന പോലെയാണ്. കുറെ നേരം നടക്കുമ്പോൾ, ആദ്യം നടക്കുമ്പോഴേ ഉള്ളു വിഷമം. കുറെ നേരം നടക്കുമ്പോൾ വേർത്ത് കഴിഞ്ഞാൽ ഒരു സുഖം തോന്നും. അത് പണ്ട് നമ്മുടെ ഏതോ ഒരു കുറെ ഇത് എൻസൈംസ് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ഓഫ് വെൽനെസ് നമുക്ക് വരും. സിമിലർലി when you read, initially there will be a lot of difficulties there, no doubt. It is not that easy, but thereafter you will understand, you will try to appreciate. Then a stage will come, you won't read daily എന്നുള്ള ഫീലിംഗ് വരും. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ലൈക്ക് മീ, പേപ്പറോ കിട്ടിക്കഴിഞ്ഞാൽ, ഹിന്ദി പേപ്പറോ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ എഡിറ്റോറിയൽ മുതൽ എല്ലാ ആർട്ടിക്കിളും വായിക്കണം. മനസ്സിലാവുന്നോ ഇല്ലയോ എന്നുള്ള വേറെ ഡിഫറെന്റ് തിങ് കേട്ടോ, സബ്ജക്റ്റ്. അത് one of the eminent persons has told, I have quote here, I will be quoting, even if you don't understand the content, you go on reading എന്നുള്ളതാണ് പറയുന്നത്. You had read എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് റീഡിങ് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി because of the advanced technology and all that, people resort to be reading only in limited fashion. But my appeal to, especially for the younger generation who are not available in this group, they had to read. Then only they'll be able to develop themselves. Or self-confidence, power of communications ഒക്കെ കൂടണമെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടത്തില്ല. only when you read, understand, ഡിക്ഷണറി നോക്കിയ അർത്ഥം മനസ്സിലാക്കിയാലേ നിങ്ങളുടെ വെക്കാബുലറി കൊടുത്തുള്ളൂ, പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തുള്ളൂ. So my appeal to the people who are assembled here is, at least show this. I am not propagating myself. I am telling as a elderly person, show this to younger generation, the importance of read. Why you should read. Not textbook alone. Any book.
you get. Of course, reasonably good, decent books. That also I underline, which are informative in the future. So I'll go to my screens. Francis Bacon, എല്ലാവരും കേട്ടാണ്, വെരി നോൺ ലിറ്റററി ഫിഗർ. അങ്ങനെ റീഡിങ്ങിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഫ്രാൻസിസ് ബേക്കൺ, ഞാൻ ഇടയ്ക്ക് ഈ നോട്ട് റെഫർ ചെയ്തിട്ട്, കാരണം വെച്ചാൽ പെട്ടെന്ന് മറന്നു ഞാൻ ഇത് ചെയ്തത്. He was an English philosopher and statesman. Was a chancellor in the court of King James. He had the ability to break down complex things into simple things. അതായിരുന്നു അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുക, so that it can be easily understood by other people and employed in the real life. That was his, see, that is the most important thing reading. വായിച്ചോട്ട് പോയ മാത്രമല്ല, അത് എങ്ങനെ, whether you understood properly, whether your reading is perfect അറിയണമെങ്കിൽ you just ask a person what you understood. You say in your own words, not in what is given in that script. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വേർഡ്സിൽ പറയും, അപ്പോഴാണ് മനസ്സിലാകുന്നത് whether he has understood, whether he has given full justice to his reading. അറിയുന്നത്. Francis Bacon was English fellow statesman, as chancellor in court of James. അതൊക്കെ ഹിസ്റ്റോറിക്കലാണ്. He had the ability to break down complex subjects into easily understood concepts that are easy to convey, easily conveyed and apply in real life. According to him, this more about reading is an intelligent test. Reading is intelligent test. That is what I have highlighted earlier. Test reading. According to him, how many books you have read and how fast you have read is not the issue. നിങ്ങൾ എത്ര ബുക്ക് വായിച്ചെന്നോ എങ്ങനെ സ്പീഡ് വായിച്ചെന്നോ ഉള്ളതല്ല, whether you have understood what you have read, whether you understood the subject meant by the author, not expressed by the author. ആദറിന്റെ മനസ്സിൽ കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റിയോ എന്നുള്ളതാണ് കഴിവ്, അറിയേണ്ടത്. അങ്ങനെ പറഞ്ഞത്. ആൻഡ് apart from politician, he was a literary figure also. There was a time when people attributed, there was a rumor, ഈ ഷേക്സ്പിയറിന്റെ സിഡോണിയം ആയിരുന്ന ഒരു റൂമർ ഉണ്ടായിരുന്നു. ഡൗഫർസ് പറഞ്ഞൂടാ, പീപ്പിൾ attributed lot of his ഷേക്സ്പിയറിന്റെ പല കഥകൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഷേക്സ്പിയറിന് ആളില്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു അത് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഇതൊന്നും ഇല്ല. ഷേക്സ്പിയർ ഉണ്ടെന്നുള്ള കാര്യം വേറെ റെക്കോർഡുണ്ട്. ഷേക്സ്പിയർ നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ഷേക്സ്പിയർ അല്ല എഴുതിയത്, ഇദ്ദേഹമാണ് എഴുതിയത്, ഷേക്സ്പിയറിന്റെ പേരിട്ടു എന്നൊക്കെ പറയുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, വി ആർ കൺസേൺഡ് അബൌട്ട് ദാറ്റ് ഹി വാസ് വൺ ഓഫ് ദി ലീഡിങ് എഡ്യൂക്കേഷനിസ്റ്റ് ലിറ്റററി ഫിഗർ ആയിരുന്നു. ആൻഡ് ഹി സേസ് റീഡിങ് മേക്ക് ഫുൾ മാൻ. ഒരു മനുഷ്യന്റെ പൂർണ്ണ വളർച്ചയാണെങ്കിൽ വായിക്കണം. വൈ ഐ എം സേയിങ് റീഡിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഐ ഡോണ്ട് നോ. ഈ വേദിക് പീരിയഡിൽ there was no written scriptures ഒന്നും ഇല്ലായിരുന്നു. You read, then memorize. I don't know whether how many people are aware, reading phoneticന് തന്നെ എഫക്റ്റ് ഇട്ടോടുണ്ട്. അതിന്റെ ഫോണറ്റിക് മാറിക്കഴിഞ്ഞാൽ മീനിങ് മാറിപ്പോകും. റീഡിങ്ങിന്റെ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അത് ദേ ഡോണ്ട് കീപ് ഇറ്റ്, ട്രാൻസ്ക്രിപ്റ്റ് ഒന്നും കാണത്തില്ല. നിങ്ങൾ ആചാര്യം പറയുന്നത് കേൾക്കുക, മനസ്സിലാക്കുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് സെറ്റ് ബാക്ക് ഫോർ ദി ഹിന്ദു കൾച്ചർ, ഐ മീൻ ഇന്ത്യൻ വേദിക് കൾച്ചർ. ദേ ഹാവ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ എന്നില്ലായിരുന്നു. എല്ലാം ഗുരു ആചാര്യ പറഞ്ഞു. അപ്പം ചില ആൾക്കാർക്ക് മാത്രം this was confined to only certain set of people who had the inclination to read and understand. That's why reading makes the full man. A signal തീർന്നോട്ടെ. കോൺഫറൻസ് റെഡി മാൻ. ഇവിടെ കോൺഫറൻസ് മീൻ ചെയ്യുന്നത് കോൺഫറൻസ് ഇല്ല, the power of conversation, the power of expression. Only when you read, you understand. Conference make a ready man and writing an exact man. ഇവിടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് എഴുത്തല്ല, റീപ്രൊഡ്യൂസിങ് ഇറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇത് വേണം, അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള. അതാണ് അത് മീൻ ചെയ്യുന്നത്. People, you can differ with my interpretation, no doubt, because most of you people are college lecturers in process ആയിട്ട് എന്താണ് ഇംഗ്ലീഷ് പ്രോസസ്സിനകത്ത് കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല.
You may have different interpretation. What I interpreted with him, reading make the full man, conference ready man, writing exact man. So you have, in short, Francis Bacon, a literary figure, has given a lot of importance to the reading purpose. He said, reading makes a full man means കാര്യങ്ങൾ കുറെ കൂടെ പൂർണ്ണ ഒരു പുരുഷായസ് എന്ന് പറയാം ആവണമെങ്കിൽ റീഡ് ചെയ്തിരിക്കണം. റീഡ് ചെയ്യുന്ന വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നാണ് അർത്ഥം. യു ഷുഡ് ബി ലിറ്ററേറ്റ്. കാര്യങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, സ്വയം മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കണം. അതാണ് അങ്ങനെ റീഡിങ് മേക്ക് ദ ഫുൾ മാൻ വേണ്ടി. That was a contribution. That was the views of Francis Bacon. We'll go next person. Oscar Wilde, a literary figure. വളരെ controversial figure ആണ്. Unfortunately, he got into trouble with the law because of his misadventure with another young fellow. ഇന്ന് അങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ട് എന്തൊക്കെ ഇതുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ആസ് എ പേഴ്സൺ, ബ്രില്യൻറ്റ് പേഴ്സൺ. ഓസ്കാർ വെയിൽഡ് വാസ് an Irish actually. Englishman അല്ല, Irishman ആണ്. A famous playwright, writer and poet during the 19th century. He is known for the biting wit. അങ്ങനെ എഴുത്തൊക്കെ കത്തി വെച്ചതുപോലെ ഇരിക്കും സംസാരിക്കുന്ന കേട്ടാൽ വിചാരിക്കും. ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻ കോൺവെർസേഷൻ സ്റ്റൈൽ. അതാണ് അങ്ങേറ്റത്. ലാംഗ്വേജ് അതൊക്കെ അത്ര ബ്രില്യൻ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് വാട്ട് യു റീഡ് വെൻ യു ഡോണ്ട് ഹാവ് ടു, ദാറ്റ് ഡിറ്റർമൈൻസ് യു വിൽ ബി വെൻ യു കാൺട്ട് ഹെൽപ്പ്. നിങ്ങൾ എന്ത് വായിക്കുന്നോ ഇപ്പോഴ് കൊച്ചിലെ, അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വാട്ട് യു റീഡ് വെൻ യു ഡോണ്ട് ഹാവ് ടു. വായിക്കാൻ നിങ്ങൾക്ക് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇല്ലായിപ്പോവും. ദാറ്റ് ഇറ്റ് മീൻസ് യു വിൽ ബി വെൻ യു കാൺട്ട് ഹെൽപ്പ്. അത് ആ സ്റ്റേജ് കഴിഞ്ഞാൽ. സോ ഇൻ അതർ വേർഡ്സ് വാട്ട് യു മെന്റ് ഈസ് യു ഷുഡ് റീഡ് ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം. ആൻഡ് ദാറ്റ് ഈസ് ദി ഓസ്കർ വെയിൽഡ് സേസ്. As I told you earlier, he was a famous literary figure with a lot of biting wit എന്നാണ് അങ്ങനെ പറയുന്നത്. സർക്കാസം, അങ്ങറ്റത്ത് സർക്കാസത്തോടെ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ ബ്രില്യൻറ്റ് കോൺവെർസേഷനിസ്റ്റ്. Now we go to another person. ഇത് പ്രൊനൗൺസിയേഷൻ കുറെ കഷ്ടമാണ്. റെനെ ഡെക്കാഷേറ്റ് എന്നാണ് പറയുന്നത്. ഡിക്കോഷൻ ആണോ എന്ന് പറഞ്ഞാൽ അറിയില്ല. കാരണം വെച്ചാൽ ഈ ഫ്രഞ്ച് നിയമം. റെനെ ഡിസ്കാർട്ടിസ്, ഫ്രഞ്ച് ഫിലോസഫർ. He was a scientist, he was a philosopher, he was a mathematician. He is often called father of the modern philosophy. According to him, reading of all good books is like conversation with the finest people of past centuries. Very simple. See, നിങ്ങൾ പലരുടെയും ബുക്ക് വായിക്കുമ്പോൾ, നമ്മൾ തന്നെ അറിയാതെ തന്നെ ബുക്ക് വായിക്കുമ്പോൾ തന്നെ we get into the we become part of that the plot itself. ഏതെങ്കിലും സിറ്റുവേഷനെ പറ്റി പറയുമ്പോൾ we identify ourselves with that plot. We identify with the situation. We feel that we are also part of that. That is what he says. Reading good books is a conversation with the finest people of the past centuries. പഴയ ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ, of course, you will be ഒരു what do you call ഒരു അവിടുത്തെ ഒരു വിറ്റ്നസ് ആയിട്ടിരിക്കും. അവിടെ നടക്കുന്ന കാര്യം വിറ്റ്നസ് പോലിരിക്കും. അതർവൈസ് when you read properly, you will experience what has happened those days. Reading of all good books is like conversation with finest people. And he also says the whole book like a novel. He also, first of all, you go quickly through the whole book like a novel. അങ്ങനത്തെ അഡ്വൈസ് ഇതാണ്. You go through the book. നോവൽ വായിക്കുന്ന ബുക്ക് മുഴുക്ക് വായിക്കുക. Without straining his attention too much or stopping at difficulties which may encounter. Difficulties വന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും you should continue reading. And reading, his main thing is reading a good book is like conversation with finest people. By reading the books of the great people, we will come to know what has happened those days. We will become aware of developments of those days. Very simple thing. അതിനാണ് ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ ഡീപ്പായിട്ട് ഇമേഴ്സ് ഡീപ്പ് ആകുമ്പോൾ you unknowingly you will identify with that time or with that situation, or you will also you also take the participation in the conference.
സ്വാമി വിവേകാനന്ദ സാറിന് അദ്ദേഹത്തിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞു. റീസെന്റ് ഹാപ്പൻ ടു റീഡ് ഈസ് 25 ഫേമസ് ബുക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ. ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഈ ബുക്ക് എടുത്തപ്പോഴേ അവിടെ ഇരിക്കുന്ന പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി, ഇയാളെന്ത് സ്വാമി വിവേകാനന്ദന്റെ 25 സ്പീച്ചസ് ഉള്ള ബുക്ക് എടുത്തോണ്ട് പോകുന്നു, കണ്ടാൽ ഒരു സ്വാമി ലുക്കൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കണ്ടാന്ന്. ഞാൻ ആദ്യം ടു ബി വെരി ഫ്രാങ്ക് ആദ്യം ഒന്നും മനസ്സിലായിരുന്നില്ല. ബട്ട് വാട്ട് ഐ വാസ് let me be frank, I was a bit disappointed when I read the book first. പിന്നെയാണോ അതിന്റെ അങ്ങനെ ഗുഡ് ആൻഡ് മനസ്സിലായത്. He was only he didn't say anything of his own. Already available record in അങ്ങനെ reproduce ചെയ്തേ ഉള്ളൂ, which otherwise you should have known had only read things. ഇല്ലേ, അവർ വായിച്ചെന്നേ അവർക്ക് മനസ്സിലാവായിരുന്നു. നിങ്ങളെന്ത് എനിക്ക് എന്റെ വീട്ടിൽ ബുക്ക് വായിച്ചു വെച്ചിട്ട് ഞാൻ വായിച്ചില്ലെങ്കിൽ എന്റെ മിസ്റ്റേക്കാണ്, അങ്ങനത്തെ മിസ്റ്റേക്ക് അല്ല. അങ്ങനെ he was only quoting from available records. He says അത് കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് ലിങ്ക് ചെയ്തപ്പം നിങ്ങളുടെ ഫെയ്ത്തിലുള്ള ബുക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് നിങ്ങൾ ചെയ്യില്ല. അതിലുള്ള കാര്യമാണ് പറയുന്നത്, അല്ല ഞാൻ അങ്ങനെ വേറെ. അതുപോലെ പല ഫെയ്ത്തിന്റെയും കാര്യങ്ങളെ പറഞ്ഞിട്ട് അങ്ങനെ ലിങ്ക് ചെയ്തു. അതാണ് അങ്ങനെ. അഫ്കോഴ്സ് ഈസ് ഒറേറ്റർ ഓഫ് ദി ഫസ്റ്റ് ഓർഡർ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഈ ഫേമസ് ഷിക്കാഗോ സ്പീച്ച് സ്പെൽ ബൗണ്ട് ആയിട്ട് ആൾക്കാർ കേട്ടോണ്ടിരുന്നത്, ബോത്ത് ഫോർ ദി vocabulary, the power of communication and content എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. കേട്ടോണ്ടിരിക്കാൻ ചില ആൾക്കാരൊക്കെ സംസാരിച്ചാൽ സ്റ്റണ്ടായിട്ട് കേട്ടോണ്ടിരിക്കും. ഞാൻ അങ്ങനെ 1-2 ആൾക്കാരെ കേട്ടുള്ളൂ. ഞാൻ പണ്ടെന്തോ ഒരിക്കൽ തിയോസഫിയുടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സുന്ദരേശൻ അയ്യർ എന്ന് പറഞ്ഞിട്ടൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, വലിയ ആളൊന്നുമില്ല, റിട്ടയർഡ് ആളുള്ള സ്കൂൾ ടീച്ചർ, വെരി റെസ്പെക്റ്റഡ് പേഴ്സൺ. ദിവേ ഈ പതഞ്ജലിയുടെ സൂത്രാസ് എന്നൊരു ബുക്കുണ്ട്, ഈ പഴയ നമ്മുടെ സ്ക്രിപ്ചേഴ്സിന്. അതിൽ ഇംഗ്ലീഷിൽ അങ്ങനെ സംസാരിച്ചിട്ട് യൂസ് ടു എക്സ്പ്ലെയിൻ 45 minutes നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് കോൺടാക്ട് വിത്ത് 2006. അതിന് വേണ്ടി മാത്രമാണ്, കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തിയോസഫി ജോയിൻ, ഇങ്ങനെ ക്ലാസ് കേൾക്കാൻ. പക്ഷെ അങ്ങനെ ആസ് എ സ്കൂൾ ടീച്ചർ, വാസ് എ ഹെഡ് മാസ്റ്റർ ഓൾസോ ഇൻ സം ഗവൺമെന്റ് സ്കൂൾ. It was very particular that nobody should talk, nobody should ask questions. Only after his speech he will give time to ask her. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പറയുന്നത് കേൾക്കണം, പക്ഷെ ശ്രദ്ധയോടെ കേട്ടുപോകും അങ്ങനെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ. അഫ്കോഴ്സ് I won't say he is as good as വിവേകാനന്ദ, പക്ഷെ ഇവരുടെ ഈ പഠിച്ച ആൾക്കാരുടെ നോളേജ് ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നവരൊക്കെ. അവർക്ക് അത്ര കോൺഫിഡൻസ്, ബിക്കോസ് their language, the choice of word they use, ആപ്റ്റ് വേർഡ്സ് എടുക്കുക, സംസാരിക്കുക, പ്രോപ്പർ എക്സ്പ്രസ് ചെയ്യുക. അവർ സംസാരിക്കുമ്പോഴേ നമുക്ക് തന്നെ ഇത് കോളവും മുഖത്തുകളാണ് അങ്ങനെ നിർത്തി പയ്യെ സംസാരിക്കുന്നത്. സ്വാമി വിവേകാനന്ദ സ്പീച്ച് എങ്ങനെയായിരുന്നു? He says, book cannot teach God, but they can only destroy ignorance. അതങ്ങനെ എല്ലാ മതക്കാരടുത്തും പറഞ്ഞാണ് ഈ ബുക്ക്. ഇഗ്നറൻസ് പോകണമെങ്കിൽ you should read books എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇത്. അതായത് he was one of the votary of people should read. ജോർജ് R.R. മാർട്ടിൻ, an American shorty writer. അങ്ങനെ റീസെന്റ് ആയിട്ട് നമ്മുടെ ജനറേഷനുള്ള ആളാണ്. he was hardly 75 because I am 73, 74. പഴയ ആളൊന്നും അല്ല. അങ്ങനെ പറഞ്ഞു, റീഡർ ലീവ്സ് 1000 lives before he dies, and man who never reads he only owns. കറക്റ്റ് അല്ലേ? നിങ്ങൾ പല ആൾക്കാരുടെ ബുക്ക് വായിക്കുമ്പോൾ അവരുടെ ജീവിതം നിങ്ങൾ ജീവിക്കും. He lives 1000 lives before he dies, but a man who never reads lives only once. അപ്പോൾ whether you want the benefit of experience of others, how do you get the benefit of experience? Only by reading what they are written, or not what they are written, what have been written about them by somebody else, or forget about it, reading something. ഇന്ത്യൻ എക്കോണമിയെ പറ്റി അറിയണമെങ്കിൽ വായിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. ഇന്നലെ നിർമ്മലാ സീതാരാമൻ എന്ത് സംസാരിച്ചെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇന്നത്തെ അത് പേപ്പറിൽ വന്ന് വായിച്ചു നോക്കണം. അഫ്കോഴ്സ് അതിനകത്ത് സപ്പോർട്ടിങ്ങും ഒപ്പോസിംഗ് ഒക്കെ ഇരിക്കും, അതൊക്കെ കാണും, ഇല്ലെന്ന് പറയാം.
പക്ഷെ ക്രക്സ് ഓഫ് ദി പ്രോബ്ലം കാണുമല്ലോ നമുക്ക് അതിനകത്ത്. അത് ഈ എന്തെന്ന് അരേന്റെ പാല് വെള്ളത്തിന് കുടിക്കുന്ന പോലെ അത് മാത്രം എടുക്കാനുള്ള കഴിവ്, അത് കഴിവ് വരണമെങ്കിൽ ഈശ്വര നിങ്ങൾ വായിച്ച് ഈ നല്ല എക്സ്പീരിയൻസ് എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. റബ്ബിഷ് വല്ല ചുമ്മാ 500 പേജുള്ള ബുക്ക് വായിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് എന്താ നിങ്ങൾ ക്രക്സ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിൽ, അതാണെങ്കിൽ പറഞ്ഞ റീഡർ ലീവ് 1000 ലൈഫ്സ് ബിക്കോസ് എന്നാലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാകത്തുള്ളൂ ബിഫോർ ഡേയ്സ്. ബട്ട് വേറാസ് മാൻ ഹു നെവർ റീഡ്സ് ഈ ഓൺലി വേർഡ്സ്, അവന്റെ ആ സാധാരണ ലൈഫ് മാത്രമേ ജീവിക്കത്തുള്ളൂ. അത് മാത്രമല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹി സേസ് മൈൻഡ് നീഡ്സ് ബുക്ക്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ബുദ്ധി, അതാണ് മീൻ ചെയ്യുന്നത്. നീഡ്സ് ബുക്ക് ലൈക്ക് എ സോഡ് നീഡ്സ് വെറ്റ് സ്റ്റോൺ ടു ഷാർപ്പൻ ഇറ്റ്സ് എഡ്ജ്. കറക്റ്റ് അല്ലേ? ബുക്ക് റീഡിങ് നടത്തിയാൽ മൈൻഡ് നീഡ്സ് ഈ സോഡിന്റെ ഷാർപ്നെസ് കൂട്ടണമെങ്കിൽ മറ്റേ കല്ല് വേണമല്ലോ അടിക്കാൻ. അതിനാണ് നിങ്ങളുടെ ബ്രെയിനെ ഷാർപ്പൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് റീഡ്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പോരാ, പറഞ്ഞു തന്നാൽ പോരാ, കേട്ടോണ്ടിരുന്നാൽ പോരാ. നിങ്ങളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തെടുത്ത് വായിച്ചാൽ മാത്രമേ അതിന് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ് ഒരാളെ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ അഫ്കോഴ്സ് ഇൻഫർമേഷൻ കിട്ടും, നോ ഡൗട്ട്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ആക്ടിവേറ്റ് യുവർ ബ്രെയിൻ ആസ് എ റീഡിംഗ് വിൽ ഡു. Now comes our famous leader Jawaharlal Nehru. Of course, അങ്ങനെ പറ്റി ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ പഠിച്ചിട്ടുണ്ട്. His emphasis on scientific, temporal and rational thinking reflected his belief that educated populace is vital for national development. He was a person that education priority കൊടുക്കണമെന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ മീൻ ചെയ്തത് ലിറ്ററേറ്റ് ആവുക എന്നുള്ളതിനാണ് മീൻ ചെയ്തിരിക്കുന്നത്. ലിറ്ററേറ്റ് ആവാനുള്ളതാണ് അത്. ലിറ്ററേറ്റ് ആവണമെങ്കിൽ മിനിമം റീഡിംഗ് എങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ ഹി വാസ് വൺ ഓഫ് ദി ഓട്ടറീസ് ഓഫ് ദി ഫോർ സയന്റിഫിക് ടെമ്പർ ആൻഡ് റേഷണൽ തിങ്കിങ് വരണമെങ്കിൽ വായിച്ചാൽ മാത്രം റേഷണൽ തിങ്കിങ് വരും. വായിച്ചാൽ മാത്രമേ ബാക്കിയുള്ള റിവ്യൂസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വായിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള റിവ്യൂസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വി വിൽ തിങ്ക് നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ളത് വിചാരിക്കും. മറ്റേ ഈ പൊട്ടക്കണത്തില് തവള കിടക്കുന്ന പോലെ നമ്മൾ പറയുന്ന ആൾ കണ്ടതാണ് ശരി, നമ്മൾ കേൾക്കുന്നതാണ് ശരി എന്നിരിക്കും. അത് നിങ്ങളുടെ മൈൻഡ് ഇതാവണമെങ്കിൽ, ബ്രോഡനാവണമെങ്കിൽ യു ഷുഡ് റീഡ്. അതാണ് നേരത്തെ ജോർജ് ആർ മാർട്ടിൻ, യു ലീവ് 1000 ലൈഫ്സ്, യു റീഡ് യു ലീവ് 1000 ലൈഫ്സ്. ബാക്കിയുള്ള എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അത് തന്നെയാണ് പറയുന്നത്. His emphasis on scientific temper and rational thinking lifted his belief that educated populace was of vital of national importance. National develop ചെയ്യണമെങ്കിൽ ലിറ്ററസി വേണം, എഡ്യൂക്കേഷൻ വേണം, സയന്റിഫിക് ടെമ്പർ വേണം. അത് വേണമെങ്കിൽ റീഡിങ് ഈസ് എ മസ്റ്റ്. സോ ഇതാണ് ഇവരെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞു. ഇനി അടുത്ത ആള് പറയാം, ഡോക്ടർ സീസ്, an American writer and cartoonist. അദ്ദേഹം ഈ അമേരിക്കൻ അങ്ങേരും ഓഫ് റീസെന്റ് ആളാണ്, ഇപ്പോഴുള്ള ആളാണ് ഇസ്രയേലിലെ. അദ്ദേഹം പറഞ്ഞത് ഈസ് വൺ ഓഫ് ദി ഫേമസ് അമേരിക്കൻ റൈറ്റർ ആൻഡ് കാർട്ടൂൺ. കുട്ടികളുടെ ബുക്ക് എഴുതുന്ന ആളാണ്. കുട്ടികൾ ഈസ് ദ സ്പെഷ്യാലിറ്റീസ് ബുക്സ് ഫോർ ചിൽഡ്രൻ. അദ്ദേഹം പറഞ്ഞത്, മോർ യു റീഡ്, മോർ തിങ്സ് യു വിൽ നോ, ആൻഡ് ദ മോർ ദാറ്റ് യു ലേൺ, ദ മോർ പ്ലേസസ് യു ഗോ. എല്ലാം പറഞ്ഞ ശരി തന്നെയാണ്. മോർ യു റീഡ്, മോർ തിങ്സ് വിൽ കം ടു നോ, ഇല്ലെന്ന് പറയുന്നില്ല. അതുപോലെ ദ മോർ യു ലേൺ, ദ മോർ പ്ലേസസ് വിൽ ഗോ. അത് പല പല എക്സ്പീരിയൻസും പല, ഫോർ എക്സാമ്പിൾ ആരുടെങ്കിലും ട്രാവലിനൊക്കെ വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ രാജ്യത്തിനെ പറ്റി കാര്യങ്ങൾ അറിയാം, അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറിനെ പറ്റി അറിയാം. ഇതറിയണമെങ്കിൽ അവിടെ പോകണം നിർബന്ധമില്ല, ആരെങ്കിലും എഴുതിയ ബുക്ക് വായിച്ചാലും മതി. അതാണ് അങ്ങനെ പറയുന്നത്. കുട്ടികളുടെ അടുത്ത് ഹീസ് ഫോക്കസ് ഇസ് ഓൾസോ യുവർ ചിൽഡ്രൻ, ടു ഹെൽപ്പ് ചിൽഡ്രൻ ടു റീഡ്. ദ മോർ you know, more you learn, the more places will go. In short, നിങ്ങളുടെ horizon of knowledge will slowly expand when you start reading. ഇതാണ് ഇത്ര 7 പേരാണ് ചേർത്തിട്ടത്. ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞിട്ടുണ്ട് 6000 വർഷത്തിന് മുമ്പ് ഭഗവത്ഗീതയിൽ. അതും അന്നും പറഞ്ഞിട്ടുണ്ട്, റീഡിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. In Bhagavad Gita, it is said how to handle knowledge because
it inculcates in you the right and unbiased perspective of observing and knowing your own self as well as the entire creation, but also teaches you how to handle a knowledge acquired through such observance. ഇവിടെ ഒബ്സർവൻസ് പറയുന്നത് നിങ്ങൾ റീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. റീഡിങ്ങും ഒബ്സർവൻസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെ 5000-6000 വർഷത്തിലൂടെ നമ്മുടെ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട്, റീഡിങ്ങില് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അത് യങ്ങർ ജനറേഷൻ തീർച്ചയായിട്ടും അത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടതാണ്. യങ്ങർ ജനറേഷൻ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ദി എൽഡർ ജനറേഷൻ ഷുഡ് ടേക്ക് ഇനിഷ്യേറ്റീവ്. വായിക്കാൻ പറയണം, എന്തെങ്കിലും വായിക്കണം. ഇനി ഇതിൽ കൂടുതൽ പറയുന്നത് ഞാൻ ഇനി എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസോട് പറയാം ഒരു 5 മിനിറ്റ്. പലവർക്ക് ബാലുവിനൊക്കെ അറിയാം. ഞാൻ 1962 I had a very major operation. Then it was a major operation. ഇപ്പോൾ ഒന്നും മേജർ ഓപ്പറേഷൻ ഒന്നുമില്ല. With the result, I could not go to school for 3 years. 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ ആയത്. 62, 63, 64, 65 3 വർഷം സ്കൂളിൽ പോയില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. ട്യൂഷനും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പം എൻ്റെ ഫാദർ അന്ന് എനിക്ക് പറഞ്ഞു തന്നാണ്. അന്ന് അങ്ങേരുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ പറയുമ്പോൾ. അന്ന് ഞാൻ എൻ്റെ അടുത്ത് പറയും, ഈ ചുമ്മാ അടുത്ത ബുക്കുകളൊക്കെ നീ തന്നെ വായിക്കുക. ട്യൂഷൻ വെച്ചില്ല അദ്ദേഹം എനിക്ക് പറയാം, നീ തന്നെ ബുക്കുകളൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ബുക്ക് വായിക്കുക, തന്നെ പഠിക്കുക. എന്നാൽ മൈ ഫാദർ വാസ് എ ബ്രില്യൻ സ്റ്റുഡൻറ് ഡ്യൂറിങ് ഹിസ് സ്റ്റുഡൻറ് ഡേയ്സ്. നമ്മുടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ബാച്ചിൽ വളരെ ബ്രില്യൻ മനുഷ്യനായിരുന്നു. അങ്ങനെ വിചാരിച്ചു മോന് അതുപോലെ ബ്രില്യൻ്റ് ആയിരിക്കുന്നുണ്ട്, നീ എല്ലാ ബുക്ക് തന്നെ പഠിച്ച് മനസ്സിലാക്കി പോകണം. അതിന് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ടെസ്റ്റ് മാത്രമല്ല, എഡിറ്റോറിയൽ വായിക്കണം. 12 വയസ്സായ പയ്യനെടുത്താ പറയുന്നത് എഡിറ്റോറിയൽ വായിക്കണം. വായിക്കുമ്പോൾ അറിഞ്ഞുകൂടാത്ത വാക്കുകളൊക്കെ വരും, അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് നോക്കണം, മീനിങ് നോക്കിയിട്ട് പിന്നെയും എഡിറ്റോറിയൽ വായിക്കണം, 2ാമതും വായിക്കണം, മീനിങ്ങും അറിഞ്ഞിട്ട് 3ാമത് വായിക്കുമ്പോൾ നിനക്ക് കാര്യം മനസ്സിലാകും. വിത്ത് റിസൾട്ട് വാട്ട് വിൽ ഹാപ്പൻ? നിനക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. നിനക്ക് ഡെയിലി 1 2 അല്ല 3 4 പുതിയ വാക്കുകൾ കിട്ടും. ഇതൊരു ഹാബിറ്റായി പോകും. അന്ന് എനിക്കിത് ബുക്ക് പേപ്പർ വന്ന് അന്ന് ഏറ്റവും അന്ന് മൺഡേ അന്ന് എഡിറ്റോറിയൽ ഇല്ല. മൺഡേ ആണ് എനിക്ക് അന്ന് ഹാപ്പിയസ്റ്റ് ഡേ. ഇന്ന് വായിക്കണ്ടല്ലോ, എഡിറ്റോറിയൽ ഉണ്ടെങ്കിലേ വായിക്കേണ്ട ആവശ്യമുള്ളൂ. എഡിറ്റോറിയൽ വിചാരിക്കും. അന്ന് എനിക്ക് വലിയ വിഷമായിരുന്നു, തുറന്നു പറയാല്ല. കാര്യമൊന്നും മനസ്സിലായില്ല, വായിച്ചൊന്നും മനസ്സിലായിട്ടില്ല. അതിപ്പോ ഒരാൾ പറഞ്ഞില്ലേ, ഇവിടെ ഡിസ്ക്രൈബ്സ് പറഞ്ഞില്ലേ, മനസ്സിലായില്ലെങ്കിൽ വായിക്കുക. ഈവൻ ഇഫ് യു ആർ നോട്ട് കീപ് ഓൺ റീഡിങ്. ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അറിഞ്ഞൂടാത്ത വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് ഡിക്ഷണറി നോക്കും. ഡിക്ഷണറി എങ്ങനെ നോക്കണം എന്ന് അപ്പോഴാണ് പഠിച്ചത്. അതിന് മുമ്പ് 7ാം ക്ലാസ്സുകാരന് കേരള സിലബസ് പഠിക്കുന്നതിൽ എവിടെ നമ്മൾ ഡിക്ഷണറി ഒക്കെ നോക്കിയിരിക്കുന്നത്, തന്നെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഇന്ന് എനിക്ക് പേപ്പർ വന്നാൽ എഡിറ്റോറിയൽ വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ എഡിറ്റോറിയൽ എനിക്ക് വായിച്ചിരിക്കണം, എന്നാലേ അത് വായിക്കണം. ഇന്നും ഒരു ഡിക്ഷണറി ഞാൻ കൈ വെച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ ബുക്ക് എൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് വായിക്കുന്ന ഒരു ഡിക്ഷണറി വെച്ചോളും. മീനിങ് വന്നാൽ അത് വായിച്ചു നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കി വരത്തുള്ളൂ. ഒരു ഹാബിറ്റ് ആയിപ്പോയത്. വിത്ത് റിസൾട്ട് വാട്ട് ഹാപ്പൻ? യുവർ ലാംഗ്വേജ് ഇംപ്രൂവ്ഡ്, യുവർ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്ഡ്. നിങ്ങളുടെ ഓട്ടോമാറ്റിക് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് തന്നെ വരും. ഞാൻ ഇതായിട്ട് അഹങ്കാരമായിട്ട് പറയില്ല. ഇന്ന് കാലത്തും എൻ്റെ ഒരു കൂട്ടുകാരൻ 84 വയസ്സായ ഡോക്ടർ രാധാകൃഷ്ണൻ, റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ, അങ്ങേർക്ക് റെപ്രസെന്റേഷൻ ബാങ്കിലേക്ക് അങ്ങേര് എൻ്റെ വീട്ടിൽ നിന്ന് വന്ന എഴുതിയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറയും, എന്നെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. സ്വാമി നന്നായിട്ട് എഴുതുന്നു സ്വാമി. അങ്ങേരെ ഈസ് നോട്ട് ലെസ് ക്വാളിഫൈഡ് മീ. ഈസ് എ ഡോക്ടറാണ്. 84 അഡീഷണൽ ഡയറക്ടർ മെഡിസിൻ ഇരുന്ന ആളാണ്. 84 വയസ്സായി. പക്ഷെ ഈ സേസ് യു ഹാവ് ഗോട്ട് എ ബെറ്റർ പവർ ഓഫ് എക്സ്പ്രഷൻ. ലെറ്റർ ഈ ബാങ്കിലൊക്കെ എഴുതാൻ, അതൊക്കെ ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ്. ഇത് മാത്രമല്ല, ഞാൻ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അവരെല്ലാവരും പറയും, സാർ എഴുതിയാൽ മതി, എല്ലാം ബുക്ക് എഴുതി വെച്ചാൽ മതി. വെച്ചാൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് നിങ്ങൾക്ക് പവർ. അവന്റെ അനിയൻ കൈ കാണിക്കുക, അപ്പോ ചുമ്മാ ഇവിടുന്ന്. ഞാൻ പറഞ്ഞ സത്യമാണ്. ഇത് അന്നൊക്കെ വലിയ വിഷമായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് എന്ത് കേട്ടോ. അന്ന് എനിക്ക് ഞാൻ പറഞ്ഞു, സൺഡേ വാസ് മൈ ഹാപ്പിയസ്റ്റ് ഡേ. അന്ന് എഡിറ്റർ ഇല്ലാത്തതുകൊണ്ട്
And then I slowly started to read articles like and the G.K. Reddy. I don't know, perhaps Kurupaka, Frank Anthony, ഇങ്ങനെ വലിയ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആർട്ടിക്കിൾ വായിക്കുമ്പോഴൊക്കെ എന്ത് രസമായിരുന്നു വായിക്കാമെന്ന്. അതൊരു 3-4 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഹാസ് ബിക്കം ഹാബിറ്റ്. Now with the last 40-50 years you go on reading like this, you get വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. And it has got time. Apart from knowledge, it's a good pastime also. നിങ്ങൾ വായിക്കുമ്പോൾ ആരും ബുദ്ധിമുട്ടിക്കത്തില്ലല്ലോ, നിങ്ങളൊക്കെ ഒതുങ്ങിയിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇതൊന്ന്. രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, now Balu may come to my endorse my view. ഞങ്ങളുടെ പഠിച്ചത് സ്പെഷ്യൽ BSc പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഹിസ്റ്ററി ഓഫ് സയൻസ് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ഹിസ്റ്ററി ഓഫ് സയൻസ് സബ്സിഡി. അതിന് ഫോർമൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഉണ്ടായിരുന്ന ബാലു? ഇല്ലല്ലോ, ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഇതെങ്ങനെ പഠിക്കുന്നത്? ഞങ്ങളുടെ ഞാൻ യൂണിവേഴ്സിറ്റി കാർഡ് പഠിക്കുമ്പോൾ ഡോക്ടർ NS ഒരു എമിനന്റ് സാറായിരുന്നു, എഡ്യൂക്കേഷൻ സ്റ്റൈൽ ഡോക്ടർ. ഞങ്ങളുടെ പ്രിൻസിപ്പാളായിരുന്നു. പ്രിൻസിപ്പാൾ ഞങ്ങളെ വന്ന് ഞങ്ങൾക്കൊന്ന് ക്ലാസ് എടുക്കായിരുന്നു. വലിയ കാര്യമാണ്. പ്രിൻസിപ്പാൾ BSc-കാർക്കൊന്ന് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. അങ്ങനെ ഈ സ്പെഷ്യൽ BSc സ്റ്റുഡൻസ് വലിയ ഇഷ്ടമാണ്. നിങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളൊക്കെ ഈ യൂണിവേഴ്സിറ്റി കോളേജ് ചെളി കുണ്ടമാണ്, ഈ ചെളി കുണ്ടത്താണ് താമര വളരുന്നത്, നിങ്ങളൊക്കെ താമരകളാണെന്നൊക്കെ. BJP എന്നല്ല, താമര നന്ന. അപ്പൊ അങ്ങനെ എന്തെന്ന് വെച്ചാല് ഹിസ്റ്ററി ഓഫ് സയൻസ് ക്ലാസ് എടുക്കും. കണ്ടീഷൻ നമ്പർ 1, നോബഡി ഷുഡ് ടേക്ക് എ നോട്ട്. എടുക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ നോട്ട് ആരും എഴുതാൻ പാടില്ല, കേട്ടോണ്ടിരിക്കണം. നിങ്ങൾ ക്ലാസ് കേട്ടോണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ റെഫറൻസ് ബുക്സ് അങ്ങനെ പറയും. യു ഹാവ് ഗോട്ട് കോളേജ് ലൈബ്രറി ഇസ് ദർ, യൂണിവേഴ്സിറ്റി ലൈബ്രറി ഇസ് നിയർ ബൈ. ഗോ ആൻഡ് റീഡ് ദ ബുക്ക്, ടേക്ക് ദ ബുക്സ് ആൻഡ് റീഡ് ആൻഡ് പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ്. ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ആരും സ്പെഷ്യൽ BSc-കാരും ഫ്രീ ടൈമിൽ അവിടെ നിൽക്കും. എല്ലാം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോയിരിക്കും. ഇത് ബുക്ക് എടുത്ത് എഴുതി നോട്ട് എടുക്കാൻ. That developed us how to refer. ഈ ഒരു ലൈബ്രറി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അന്നാണ് ഞങ്ങൾ പഠിച്ചത്. ബിക്കോസ് ഓഫ് ഹിം. അന്നും അങ്ങേരെ എൻ്റെ അച്ഛനെ ഞാൻ തെറി വിളിച്ച പോലെ അങ്ങേരെ മനസ്സിൽ തെറി വിളിച്ചിട്ടുണ്ട്. ഇയാളെ കൊണ്ട് വലിയ പ്രയോജനമാണോ, അല്ലെ ഗേഡുകൊണ്ടിരുന്ന് പഠിക്കാത്തത്. പക്ഷെ പർപ്പസ്ലി വി ആർ ആസ്ക്ഡ് ടു ഗോ ടു ലൈബ്രറി, ടേക്ക് നോട്ട്, റീഡ്. അവിടെയാണ് റീഡിങ്ങിന്റെ വരുന്നത്. റീഡ്, അസമിലേറ്റ് ആൻഡ് റീപ്രൊഡ്യൂസ്. അതേപോലെ കോപ്പി അടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ 2 വലിയ പേജ് ബുക്ക് കഴിഞ്ഞാൽ ഒരു പേരൊക്കെ നിർത്തണമല്ലോ. കോംപ്രിഹെൻഷൻ എന്നുപോലെ എഴുതണം. അതാണ് ഈ കോംപ്രിഹെൻഷൻ ചെയ്യാനുള്ള ഇതാണ് എൻ്റെ വ്യൂസ് ഓൺ റീഡിങ്. സോ എനിവേ ഐ വിൽ എൻഡ് അപ്പ് വിത്ത് എ സ്മോൾ couplet which I learned in my school days. H.W. Longfellowയുടെ lives of great men all remained us. We can make our lives a plain and departing leave behind us footprints on the sands of time. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്കും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമ്മുടെ വി ക്യാൻ മേക്ക് അവർ ലൈഫ് സബ്ലിം. നമ്മുടെ ലൈഫിനെയും ഒരു നോബിൾ ലൈഫ് ആക്കാം. നമ്മുടെ കാലം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്ന് നാട്ടുകാർ ഫുട്പ്രിന്റ്സ് അല്ലേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. റീഡിങ്ങിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ, അതിനെ കൃത്യമായ കോഴ്സിലൂടെ, എക്സ്പീരിയൻസിലൂടെ, റിയൽ ടൈം എക്സ്പീരിയൻസിലൂടെ എല്ലാം സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആഡപ്റ്റ് ചെയ്യാൻ നമ്മളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിന്റെ പാർട്ട്, പ്രത്യേകിച്ച് പഴയ ഈ പറയുന്ന അതേ പ്രായത്തിലുള്ളവരുടെ എക്സ്പീരിയൻസ് വളരെ പ്രത്യേകതകളാണ്. ഇക്കാലങ്ങളിൽ അത്തരമുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. കാരണം ആ ഒരു പാറ്റേണിലല്ല നമ്മളെല്ലാവരും പുതിയൊരു കോൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞു. പഴയ കാലത്ത് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ബാലഗോപാലൻ സാർ, കുറുപ്പ് സാർ പറയും. ഏകദേശം വായനയെ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹരി പറഞ്ഞു. അങ്ങനെ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ആഡ് ചെയ്യാനില്ല. എന്നാലും 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ, പുസ്തകം നമ്മൾ ആദ്യം വായിച്ചിട്ടുണ്ടാവും. ഇപ്പൊ 4 കെട്ട് വായിച്ചിട്ടുണ്ടാവും, പിന്നെ 4 കെട്ട് സിനിമ കണ്ടു. അസ്രവിത്ത് വായിച്ചിട്ടുണ്ട്, അസ്രവിത്ത് സിനിമ കണ്ടു. അഗത ക്രൈസ്റ്റിയുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടു. അതിനൊക്കെ നമ്മൾ പിന്നീട് അഭിപ്രായം ചോദിക്കുമ്പോൾ
ഇൻവേരിയബിളി ആൾക്കാർ പറയുന്ന ഒരു അഭിപ്രായം, ബുക്കിന്റെ അത്ര പോരാ, ബുക്കായിരുന്നു കുറേയും കൂടി എൻജോയബിൾ. ഇത് എന്താണെന്ന് നമ്മൾ ഇതിന്റെ കാരണം ആലോചിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ എന്ന് പറഞ്ഞ മീഡിയം അല്ലെങ്കിൽ നാടകം എന്ന് പറഞ്ഞ മീഡിയത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ടെക്നോളജി എത്ര തന്നെ ഇമ്പ്രൂവ് ചെയ്താലും അതിനകത്ത് വെച്ചിട്ടേ അവർക്ക് ഒരു സിനിമയോ നാടകമോ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മനസ്സിന് ലിമിറ്റേഷൻ ഇല്ല. അപ്പൊ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ രംഗങ്ങൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ യാതൊരു പരിധികളും ഇല്ലാത്ത, യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാത്ത വിശാലമായിട്ടുള്ള നമ്മുടെ ഭാവനയിലാണ് ആ രംഗങ്ങൾ നമ്മൾ കാണുന്നത്. അത്രയും ഭംഗിയായിട്ട് ഒരു അപരപാടിയിലും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വായന കൊണ്ടുണ്ടാക്കുന്ന മനസ്സിന്റെ വികാസം, അത് നമുക്ക് ഒരു വേറൊരു വിഷ്വൽ മീഡിയത്തിൽ നിന്ന് കിട്ടില്ല. അത് വായിച്ചു തന്നെ ഉണ്ടാവണം. അത് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കണം, അവർ മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ ജോർജ് മാർട്ടിന്റെ വായിച്ചപ്പോ, മറ്റേ ഹരി പറഞ്ഞത് കേട്ടപ്പോ ഒരു കാര്യം എനിക്ക് തോന്നി. അതായത് ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയുക, മീനിങ് ഫുൾ അല്ലെങ്കിൽ റീസണബിൾ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആകെ ഒരു 50-60 വർഷമാണ്. അതായത് ആദ്യത്തെ ഒരു 10-15 കൊല്ലം നമ്മൾ കൂട്ടണ്ട, അവസാനത്തെ ഒരു 5-8 കൊല്ലം കൂട്ടണ്ട. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഈ 50 വർഷത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിനെക്കാട്ടിലും എത്രയോ അധികം ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് പുസ്തകം വാങ്ങിച്ചു വളരും. 2ാം ലോക മഹായുദ്ധത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അതിനെപ്പറ്റി അതിന്റെ ഒരു ഭാഗമാക്കാവുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് ടു വൈഡൻ യുവർ ഹൊറൈസൺ. ഒരുപക്ഷെ മറ്റേ കുഞ്ഞുണ്ണി മാഷാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു കവി എഴുതിയിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വളരാൻ നമുക്ക് ഓരോ കൊല്ലം ഓരോ ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരാൻ വേണ്ടിയല്ല വായിക്കുന്നത്, പക്ഷേ വായിച്ചാൽ വിളങ്ങും, വായിച്ചില്ലെങ്കിൽ തളരും. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് ഒരു ഷൈനിങ്, ഒരു ഗ്ലോ, ഒരു റേഡിയൻസ് കിട്ടാൻ ദ ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി ദാറ്റ് ഓഫ് റീഡിങ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പല ഒക്കേഷൻസിലും നമ്മൾ തളർന്നു പോകും. We will not be capable of facing the challenges which we come across in life. The books we have read and what we have learned from it will definitely help us in facing up to challenges in life. So this is what I thought I would add, and thank you very much, Harry, for a very, very relevant topic. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റീവ് വൈബ്രന്റ് എക്സ്പീരിയൻസിലേക്ക് മാറും. സാബുവിന് ബാലു സാറിന്റെ ഒരു ഇത് മനസ്സിലായാലും എങ്ങനെ സംസാരിക്കുന്ന കാര്യം മനസ്സിലായാലും തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. then ഷാജി മാത്യു സാർ. പിന്നെ കരിയർ സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. പിന്നെ കരിയർ സാറിന്റെ ആയാലും കണ്ണൻ സാറിന്റെ ആയാലും അവരുടെ പേരൻസ് അവരെ പ്രത്യേകം ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ വായിക്കാനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ വലിയ ആൾക്കാരായി ഒത്തിരി റിസോഴ്സ്ഫുൾ ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ബുക്കുകൾ ഒത്തിരി ഉണ്ട്, ഒരു 10 ഷെൽഫ് നിറച്ചുണ്ട്, കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളൂ. ഈ സെൽഫ് ഹെൽപ്ഫുൾ ബുക്സിനോടാണ് കൂടുതൽ താല്പര്യം. അത് ഇന്ന് ലോകത്തുള്ളതിൽ ഉള്ള 100 ബുക്സ് എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്സ് എടുത്ത ഒരു 70 എണ്ണം എൻ്റെ കാണും. ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് അങ്ങ് ക്രൈസായിട്ട് അങ്ങ് കളക്ട് ചെയ്ത് പോകുന്നതാണ്. കുറേയൊക്കെ വായിക്കും. പിന്നെ ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേയിൽ പലതരം റീഡിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ബുക്കുകൾ വിഴുങ്ങാനുള്ളതാണ്, ചിലത് ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ റീഡിങ്ങിനെ പറ്റി കുറച്ച് പറയുമ്പോൾ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, പിന്നെ റീഡിങ് മേക്സ് എ ഫുൾ മാൻ കോൺഫിഡൻസ്, എ റെഡി മാൻ റൈറ്റിംഗ് ആൻഡ് എക്സൈറ്റ് മാൻ. ഇപ്പോൾ വായിക്കും ഫുൾ മാൻ ആകുന്നു. അത് വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റെഡി ആകുന്നു. അത് എഴുതുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമാകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്തായാലും നല്ല ഷെയറിങ്. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു ഷാജി സാർ. ഷാജി സാറിന്റെ റിട്ടയർമെന്റിന് ശേഷം ഈ ബുക്കുകളെല്ലാം നമ്മുടെ ബുക്ക് ഷെൽഫിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് വിചാരിക്കുക അല്ലേ? ഓക്കെ സാർ. ഓക്കെ. വിൻസെന്റ് ജോസ് സാർ കേൾക്കുന്നുണ്ടോ? റോയ് സാർ, വേറെ ആരാ പറയുന്നേ? ഗോകുമാർ സാർ, ജിയോ, നാഷ്, പരമേശ്വരൻ. സർ. യെസ്, പറഞ്ഞോളൂ സാറേ, വളരെ സന്തോഷം. താങ്ക്സ്. ഹരിയൻ സാർ, കൺഗ്രാജുലേഷൻ. താങ്ക് യു സാറേ. കണക്ക് പറഞ്ഞ ജിയോ ഐഡന്റിറ്റി എനിക്ക് മനസ്സിലായി. ജോർജ് സാർ.
ആ കൊച്ചു പയ്യനായതുപോലെ ഉണ്ട് ജിയോ എന്നൊക്കെ. ആ ആ സാറേ, ഈ വായിക്കാനുള്ള ആ വൈമുഖ്യമൊക്കെ ഇപ്പൊ കാലത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. എന്തായാലും അത് കൂടിക്കൂടി വരുമോ വൈമുഖ്യത, വിമുഖത. ഈ പറഞ്ഞ പോലെ താല്പര്യമുള്ള പുസ്തകങ്ങളൊക്കെ ഒരു നല്ല കാലത്ത് മേടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ പലതും തുറക്കാൻ വരെ ബാക്കിയാ. എന്തായാലും സാറിന്റെ ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ തട്ടി ഉണർത്തിയതുപോലെ, ജോർജ് ഇതിങ്ങനെ വെച്ചിരിക്കേണ്ടതല്ല, ഒന്നുകൂടെ വിടർത്തിയെങ്കിലും നോക്കണമെന്ന് തീരുമാനിക്കുക. തീർച്ചയായിട്ടും വായിക്കും. അതുപോലെ ജസ്റ്റ് ഈ പത്രവായന പോലും ശരിക്കും നടക്കുന്നില്ല. കാരണം വെച്ചാൽ ജസ്റ്റ് 24 മണിക്കൂറും വാർത്തയുണ്ടല്ലോ. ഒരു മിന്നൽ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയം നോക്കണ്ട, അങ്ങനെ അങ്ങ് കടന്നു പോകുന്ന ഒരു കാലയളവാ. എന്തായാലും തീർച്ചയായിട്ടും സാർ ഒത്തിരി ഉൾപ്രേരണ തന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ജോർജ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? റോയ് സാർ, വിൻസെന്റ് ജോസ് സാർ, റോയ് സാർ പറയും. അഡ്മിറ്റ് ചെയ്യും സാർ. റോയ് സാർ അഡ്മിറ്റ് ചെയ്യും. ഈ വായനാശീലം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ ചെറുപ്പകാലങ്ങളിലെ മാതാപിതാക്കളും ഒക്കെ താല്പര്യമെടുത്താലേ വരുവുള്ളൂ എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ട്, ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം അനുഭവത്തിൽ നിന്നുണ്ടായതല്ല. പല ആൾക്കാരുടെയും പഴയ അനുഭവങ്ങള് നമ്മൾ വായിച്ചറിഞ്ഞായിട്ടുള്ളത്. അപ്പൊ സാറ് അന്ന് റെനെ ഡെസ്കാർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. എല്ലാ നല്ല പുസ്തകങ്ങളും വായിക്കുന്ന നൂറ്റാണ്ടുകളിലെ ആളുകളുമായിട്ടുള്ള സംഭാഷണമാണ് എന്ന് പറയുന്ന ആ ഭാഗം എനിക്ക് വളരെ, സാറ് നോട്ട് ചെയ്തല്ലോ റെനെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ്. പക്ഷെ പല ആൾക്കാരുടെയും പല അനുഭവങ്ങളും പുസ്തക രൂപത്തിലാക്കി വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്രിയേറ്റിവിറ്റി ഐഡിയയും നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞ പോലെ സിനിമ കണ്ടപ്പോൾ പുസ്തകത്തോളം നന്നായില്ല എന്ന് പറഞ്ഞു. ഓരോ പുസ്തകം വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കാണുന്ന ആശയങ്ങളും ഇതും ചിലപ്പോൾ എഴുതിയ ആൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ നമ്മളിൽ വന്നെന്ന് വരും. അപ്പൊ അതുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒത്തിരി നോളജ് ഈ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതായിരിക്കില്ല സാറ് വായിക്കുമ്പോൾ സാറിന് കിട്ടുന്നത്. അതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഈ വായനാശീലത്തെ കുറിച്ച് എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ വന്നപ്പോൾ മാത്രമാണ്. അതെങ്ങനെ ഈ വായനാശീലമുള്ള ചില ആൾക്കാരുടെ ചില കഴിവുകളും അവരുടെ പ്രസന്റേഷനും ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് വായനാശീലം കുറവായി പോയതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ ഈ വായനാശീലം സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ കുറെ മെമ്മറി ഇങ്ങനെ വരുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വായന കൊണ്ട് വരുന്നതാണ്. ഏതായാലും ഇങ്ങനെ ഒരു ഹരിഹര സാറിന്റെ ക്ലാസ്സുകളെല്ലാം വേറെ നിസാര വിഷയങ്ങൾ ചിന്തിച്ച് അതിന്റെ ആശയങ്ങൾ സമ്പുഷ്ടമാക്കുന്ന ഒരു ഇതാണ്. ഓരോ ചെറിയ സബ്ജക്റ്റ് ആണെങ്കിലും ഇത്രമാത്രമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും ചിന്തിക്കാനും ഉണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ്. എനിവേ വളരെ എൻജോയബിൾ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? നാഷ് സാർ കേൾക്കുന്നുണ്ടോ? വിൻസെന്റ് ജോസ് സാർ, ജോർജ് അച്ഛൻ, രമാവതി മാം തിരക്കിലാണോ? യാത്രയിലാണ്. സാറേ നമസ്കാരം. സാറിന്റെ ശരിക്കും സാറിന്റെ ക്ലാസ് കേട്ടിട്ടാകുമ്പോ എനിക്ക് കുറ്റബോധ തോന്നിയത് സാറേ. ശരിക്കും ഒരു കുറ്റബോധം. എന്താ പറഞ്ഞാല് എന്റെ ഇവിടെ ഷെൽഫിൽ നിറയെ പുസ്തകമാണ്. അപ്പം അങ്ങനെ പുസ്തകം നിറയെ ആവാൻ കാരണം സർവീസിലുണ്ടാകുമ്പം ഒരു സത്യൻ സാർ വരും പുസ്തകം വിൽക്കുന്ന. അപ്പം കുറെ പുസ്തകം ഞാൻ മേടിക്കും അയാളുടെ സിമ്പതി കൊണ്ടും എനിക്ക് വായിക്കണം എന്നുള്ള ഇഷ്ടം കൊണ്ടും. പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല. ഇപ്പൊ ഞാൻ ഈയിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, രാത്രിയിൽ ഓരോ പുസ്തകം എടുത്തിട്ട് വായിക്കാം, കുറച്ച് വായിച്ചിട്ട് വെക്കാം. അപ്പൊ നമുക്കത് ആ ശീലത്തിലേക്ക് വരുന്ന പറഞ്ഞു.
കാരണം നമ്മളെ റോയ് സാറ് പറഞ്ഞ പോലെ ബ്രെയിന് ശരിക്കും വായിച്ചുകൊണ്ടിരിക്കുമ്പോ ശരിക്കും ഓർമ്മശക്തി കൂടുന്നുള്ളതാണ്. നമ്മൾ ശരീരത്തിന് ആഹാരം കൊടുക്കുമ്പോൾ ബ്രെയിനിന് കൊടുക്കുന്നതാണ് വായന എന്നുള്ളതാണ്. ബ്രെയിനിനുള്ള ഭക്ഷണമാണത്. അപ്പം അങ്ങനെ വായിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യും. പണ്ടെല്ലാം സാറ് ഇപ്പം ഹരിഹരൻ സാർ പറഞ്ഞ പോലെ എനിക്കെല്ലാം നമ്മളെ വീട്ടിൽ ഭയങ്കര വായിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു. കാരണം വായിക്കുന്ന കുറച്ച് സമയമല്ല, സ്കൂള് വിട്ട് വന്നിട്ട് ഒരു സമയമുണ്ട്. ആ സമയം മുതൽ രാത്രി നമ്മുടെ വീട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിരുന്നു. അപ്പൊ വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ പോകുന്നവരെ വായിച്ചിരിക്കണം എന്നുള്ള. അന്നേരം ഏട്ടന് ആങ്ങളെയൊക്കെ വരിക രാത്രിയില്. ചിലപ്പോ അടിയും കൊണ്ടിട്ടുണ്ട്. നമ്മള് ഗുഡ്സ് എല്ലാം മുമ്പ് വെസ്റ്റ് കോസ്റ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിന്റെ മോനെല്ലാം കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പൊ എഴുന്നേറ്റിട്ട് അടിച്ചിട്ട് വീണ്ടും ഇരുത്തിയിട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സന്ദർഭമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും വായിക്കുമ്പോഴാണ് സാറ് ശരിക്കും ഇങ്ങനെ അക്ഷരങ്ങളിലൂടെ നമ്മളിങ്ങനെ ഓരോ പിന്നെ വരികളിലൂടെയല്ല, അക്ഷരങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പം എനിക്ക് തോന്നുന്നു ഈ വായന എന്ന് പറയുന്നത് രാത്രിയിൽ വായിക്കുമ്പം, രാത്രിയിൽ നമ്മളിപ്പം കിടക്കുന്നതിന് മുന്നേ കുറച്ച് വായിക്കുമ്പോഴല്ല, അത് കൂടുതൽ നമ്മളെ ബ്രെയിനിലേക്ക് ഇങ്ങനെ പോകുന്നില്ലേ എന്നുള്ളതാണ്. കാരണം അപ്പൊ കൂടുതൽ നമ്മൾക്ക് ആ കഥയെ പറ്റി മനസ്സിലിങ്ങനെ പതിയാണ് ആ കഥയെല്ലാം. എന്തായാലും പിന്നെ സാറ് നേരത്തെ പറഞ്ഞില്ലേ, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും, അങ്ങനെ കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ എന്തെന്ന് പറഞ്ഞത്. അപ്പൊ നല്ല ഇതാണ് സാറേ. എൻ്റെ അടുത്ത് ഈ ബുക്കുകളൊന്നും ഇപ്പൊ ഞാൻ ഉപയോഗിക്കലുണ്ട് സാറേ. കാരണം ക്ലാസ്സിൽ എന്തെങ്കിലും വേണ്ടി വന്നാൽ അക്യുപ്രഷർ ആയാലും യോഗ ആയാലും പിന്നെ ടീനേജിന്റെ കുട്ടികളെ ബുക്കായാലും സംരംഭത്തായാലും PSC കുറെ ബുക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും ഞാനത് ഉപയോഗപ്പെടുത്താറുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വായന എന്നുള്ളത് പ്രായോഗിക ഒരു ശീലമാക്കി മാറ്റാനുള്ള ഒരു ഓത്തെടുക്കാം അല്ലെ? ഒന്നും എടുക്കില്ലെങ്കിൽ വായിക്കാൻ പോവാം അല്ലേ? അതെ, ഒന്നും പറയുന്നില്ല, നമുക്ക് വായനയിലേക്ക് പോകാം. സാറ് പറഞ്ഞ പോലെ എഡിറ്റോറിയലോ എന്തുവാകാം, വിശ്വപ്രസിദ്ധമായ ബുക്കുകളും അതിൻ്റെ അകത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഏടാക്കി തന്നെ സൂക്ഷിക്കാം. ജോർജ് സാറൊക്കെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നു വരാം. ജീവിതത്തെ കൂടുതൽ സന്തോഷവും ഭംഗിയുമുള്ളതാക്കി മാറ്റാം. സോ ഹരിഹരൻ സാർ, താങ്ക് യു വൺസ് അഗൈൻ. വളരെ മനോഹരമായ വിഷയം. വേറെ സബ്ജക്റ്റ് ആയിട്ട് അടുത്ത മാസം വരാം. തീർച്ചയായും. We are waiting for that. Okay, thank you sir. Thank you. Good night. See you.